സമയത്ത് നമ്മൾ വീടുകൾക്കകത്ത് അടച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും നമുക്ക് കാര്യമായിട്ടൊന്നും വേറെ ചെയ്യാനില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും ആണ് ഈ പുസ്തകം എഴുതുന്നത്. പിന്നെ നിങ്ങൾ പ്രകൃതിയിലേക്ക് നോക്കുക, നിങ്ങൾ ആകാശത്തിലെ പറവകളെ നോക്കുക, സമുദ്രത്തിലെ മത്സ്യങ്ങളെ നോക്കുക, അല്ലെങ്കിൽ ഭൂമിയോട് തന്നെ ചോദിക്കുക, ഇവയിൽ ആരാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാത്തത്? സർവശക്തനായ ദൈവമാണ് ഇവയെല്ലാം സൃഷ്ടിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്തിനെപ്പറ്റി നമ്മൾ ചിന്തിച്ചാലും നമുക്ക് അവിടെ എല്ലാം ദൈവത്തിൻ്റെ ഒരു വലിയ ഡിസൈൻ നമുക്ക് കാണാം. ഇപ്പോൾ നമുക്ക് ഒരുപാട് ജീവൻ രക്ഷാ സംവിധാനങ്ങൾ ദൈവം ഒരുക്കിയിട്ടുണ്ട്. ലൈഫ് സേവിങ് മെക്കാനിസംസ് എന്ന് പറയും. ഒന്ന്, നമ്മൾ ഈ തണുത്ത സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മൾ വിറയ്ക്കും, നമ്മൾ ഷിവർ ചെയ്യും. ഷിവറിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മസിൽസാണ് മൂവ് ചെയ്യുന്നത്. ആ മസിൽസ് മൂവ് ചെയ്യുമ്പോഴത്തേക്കും അവർ ബോഡി ഗെറ്റ്സ് ഹീറ്റഡ് അപ്പ്. അപ്പോൾ നമ്മളൊരു 100 മീറ്റർ ഓടുന്നതിന് തുല്യമാണ് നമ്മളിരുന്ന് ഇങ്ങനെ നമ്മുടെ ശരീരം ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുന്നത്. വിറയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മസിൽസാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഷിവറിങ് ഈസ് എ മെക്കാനിസം ടു സേവ് ലൈഫ്. ജീവൻ നിലനിർത്താനായിട്ട് സഹായിക്കുന്ന ഒരു സംവിധാനമാണ്. നമുക്ക് കുളിര് വരുമ്പോൾ നമ്മൾ വിറയ്ക്കുമെങ്കിലും അതൊരു നമ്മുടെ ജീവൻ നിലനിർത്താൻ സഹായിക്കുന്ന ഒരു സംവിധാനമാണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ബ്രെയിന്, ലിവറ്, കിഡ്നി, റെഡ് ബ്ലഡ് കോർപ്പസിൽ, ഇതെല്ലാം നമ്മുടെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില അവയവങ്ങളാണ്. ബ്രെയിൻ, ലിവർ, കിഡ്നീസ്, RBC, റെഡ് ബ്ലഡ് കോർപ്പസിൽ, ചുവന്ന രക്താണു. ഇവയൊന്നും ഇൻസുലിൻ്റെ സഹായമില്ലാതെയാണ് ഗ്ലൂക്കോസ് വലിച്ചെടുക്കുന്നത്. അപ്പോൾ ഇൻസുലിൻ ശരീരത്തിൽ വളരെ കുറഞ്ഞു പോയാലും ഈ ഓർഗൻസ് ഒന്നും പെട്ടെന്ന് പണി മുടക്കത്തില്ല. കാരണം അവർക്ക് ഇൻസുലിൻ വേണ്ട. അവർക്ക് വേറൊരു മെക്കാനിസമാണ്, GLUT2 എന്ന് പറയുന്ന ഒരു എൻസൈം ഉപയോഗിച്ചിട്ടാണ് അവയെല്ലാം ഈ ഗ്ലൂക്കോസ് വലിച്ചെടുക്കുന്നത് രക്തത്തിൽ നിന്ന്, ഇൻസുലിൻ ഉപയോഗിച്ചല്ല. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് ദൈവത്തിൻ്റെ ഡിസൈനാണ്. കാരണം ഇതൊക്കെ വളരെ വൈറ്റലായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഓർഗൻസാണ് നമ്മുടെ ബോഡിയിലെ. ബ്രെയിൻ ഇല്ലെങ്കിൽ ഒന്നുമില്ല. ലിവറിന് ധാരാളം ഫങ്ഷൻസ് ഉണ്ട് ബോഡിയിൽ. കിഡ്നി, അതേപോലെ തന്നെ ചുവന്ന രക്താണുക്കൾ ഓക്സിജൻ കൊണ്ടുപോകുന്നു. അപ്പോൾ ഇതെല്ലാം ഇൻസുലിൻ എന്ന് പറയുന്ന സാധനത്തിൻ്റെ സഹായമില്ലാതെ ഈ ഗ്ലൂക്കോസ് വലിച്ചെടുക്കുന്ന ഈ ഓർഗൻസാണ്. അപ്പോൾ ദൈവം എത്ര മനോഹരമായിട്ടാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്, നമ്മുടെ ജീവൻ നിലനിർത്താനായിട്ട് ദൈവം. അപ്പോൾ അതിന് വേറൊരു മെക്കാനിസമാണ്. ഇനിയും അതുപോലെ തന്നെ വളരെ വലിയ സ്ട്രെസ്സിൽ നമ്മൾ അകപ്പെടുമ്പോൾ നമുക്ക് ഈ നമ്മുടെ ക്രോമാഫിൻ സെൽസ് എന്ന് പറഞ്ഞ ചില സെൽസ് ഉണ്ട്. ആ സെൽസ് ഒരു എപ്പിനെഫ്രിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഈ കോമ്പൗണ്ട് എന്താണെന്ന് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ കോമ്പൗണ്ട് ഇൻസുലിൻ്റെ പ്രൊഡക്ഷനെ തടയും. ഇൻസുലിൻ്റെ പ്രൊഡക്ഷനെ തടയുമ്പോൾ എന്ത് സംഭവിക്കും? ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ കണ്ടൻറ്റ് കുറയാതെ നിൽക്കും. ഇൻസുലിൻ ഇല്ലെങ്കിൽ നമ്മുടെ കോശങ്ങളിലേക്ക് ഈ ഗ്ലൂക്കോസ് പ്രവേശിക്കുകയില്ല. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് എന്താണ് ഈ പറയുന്ന വൈറ്റൽ ഓർഗൻസ്, ബ്രെയിന്, ലിവറ്, കിഡ്നീസ്, ഇവയ്ക്കെല്ലാം ഇഷ്ടംപോലെ ഗ്ലൂക്കോസ് കിട്ടാനായിട്ട് സാഹചര്യമുണ്ട്. അപ്പോൾ നമുക്ക് വലിയ സ്ട്രെസ് വരുമ്പം, വലിയ ഡേഞ്ചർ വരുമ്പോൾ, വലിയ അപകടം ഉണ്ടാകുമ്പോൾ ഈ ക്രോമാഫിൻ സെൽസ് ഉടനെ തന്നെ എപ്പിനെഫ്രിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇൻസുലിൻ്റെ പ്രൊഡക്ഷനെ കട്ട് ഓഫ് ചെയ്യും. അപ്പോൾ അവിടെയും നമ്മുടെ വൈറ്റൽ ഓർഗൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം, ഒരു ഡിസൈനാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. ഇനിയും നമുക്കെങ്ങനെയാണ് ഈ വേദന അനുഭവപ്പെടുന്നത്? ഈ വേദന അനുഭവപ്പെടുന്നത് നമുക്ക് നമ്മുടെ നെർവ് എൻഡിങ്സ് ഉണ്ട്, അതിന് നോസിസെപ്റ്റേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നോസിസെപ്റ്റേഴ്സ് എന്ന് പറയുന്ന ആ സംഗതികളാണ് നമുക്ക് ഈ അല്ലെങ്കിൽ പെയിൻ അനുഭവപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ശരീരത്തൊരു മുറിവുണ്ടാകുമ്പം, ഒരു ഇഞ്ചുറി ഉണ്ടാകുമ്പം ആ ടിഷ്യൂസ് ചില പദാർത്ഥങ്ങൾ പുറപ്പെടുവിക്കും. ആ പദാർത്ഥങ്ങൾ പോയിട്ട് ഈ നോസിസെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ആ സാധനങ്ങളെല്ലാം ട്രിഗർ ചെയ്യും. അങ്ങനെയാണ് നമുക്ക് പെയിൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പെയിൻ ഉണ്ടാകുന്നതുകൊണ്ടാണ് നമ്മളറിയുന്നത് നമുക്ക് അവിടെ ഒരു പെയിൻ ഉണ്ടെന്ന്, സംതിങ് ഈസ് റോങ്. ഇത് ലിവറിലും ബ്രെയിനിലും ഈ നോസിസെപ്റ്റേഴ്സ് ഇല്ല. അതുകൊണ്ട് ബ്രെയിൻ സർജറീസിന് നമുക്ക് ഇത് കൊടുക്കേണ്ട കാര്യമില്ല. അനസ്തേഷ്യ ഇല്ലാതെ ബ്രെയിൻ സർജറി നടത്താം. അപ്പോൾ എന്തുകൊണ്ടാണ് ബ്രെയിനിനും ലിവറിനും നോസിസെപ്റ്റേഴ്സ് കൊടുക്കാത്തത്? വളരെ മാരകമായിട്ടുള്ള ഒരു മുറിവ് നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ബ്രെയിനും അതേപോലെ ലിവറും ഒക്കെ പെയിൻ എടുത്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് നിന്ന് രക്ഷപ്പെട്ടു പോകാൻ സാധിക്കത്തില്ല. അപ്പം ബ്രെയിന് വേദന അറിയുന്നില്ല, അതുപോലെ നമ്മുടെ ലിവറും വേദന അറിയുന്നില്ല. കാരണം അതിൽ നോസിസെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ സാധനമില്ല. അതുപോലെ വേറൊരു സവിശേഷത ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, നമ്മുടെ കൈകളുടെ ഈ ഉള്ളം കൈയിലും അതേപോലെ പാദത്തിൻ്റെ താഴെയും ഈ നോസിസെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഡീപ്പായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്, വളരെ ആഴത്തിലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമുക്ക് നല്ല വലിയ കൂടവോ വികാസമോ ഒക്കെ എടുത്ത് പണിയണമെങ്കിൽ പണിയുമ്പോഴത്തേക്ക് നമുക്ക് ഇത് സർഫസിലായിരിക്കുന്നത് നമുക്ക് പെയിൻ ഉണ്ടാകും, നമുക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഉള്ളം കൈയിലും അതേപോലെ നമ്മുടെ പാദത്തിലുമെല്ലാം ഈ പെയിൻ സെൻസ് ചെയ്യുന്ന നോസിസെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് വളരെ ഡീപ്പായിട്ട് അകത്തേക്ക് മാറിയായിരിക്കുന്നു. അതിൻ്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്, നമുക്കത് സർഫസിലാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് കൂടമോ അല്ലെങ്കിൽ പിക്കാക്സോ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് നമുക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല. ജോലി ചെയ്യാൻ തുടങ്ങുമ്പോൾ പെയിൻ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇട്ടേച്ചു പോകും. അതുപോലെ നമുക്ക് ഓടുകയും ചാടുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഈ പാദത്തിലും വളരെ സർഫസിലാണ് അതിരിക്കുന്നതെങ്കിൽ പെട്ടെന്ന് വേദന ഉണ്ടാവും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവിടെയെല്ലാം അത് വളരെ അകത്തേക്ക് മാറ്റിയാണ് ഈ പെയിൻ സെൻസ് ചെയ്യുന്ന നോസിസെപ്റ്റേഴ്സ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ധാരാളം സവിശേഷതകൾ നമുക്ക് മനുഷ്യനിൽ കാണാൻ സാധിക്കും. മനുഷ്യൻ്റെ ജീവൻ നിലനിർത്താൻ, ജീവൻ രക്ഷിക്കുവാൻ, നമ്മളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ കുറേ കൂടെ സുഗമമാക്കാൻ ഒക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അതിലെല്ലാം ഞാൻ പറഞ്ഞ ഒരു ഡിസൈൻ കാണാൻ സാധിക്കും. അപ്പോൾ സൃഷ്ടികർമ്മത്തിൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യഹോവ പറയുന്നു നമുക്ക് നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കാം. നമുക്കെന്നാണ് പറയുന്നത്, നമുക്ക് നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കാം. അപ്പോൾ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു കഥ പോലെ പറയുന്നുണ്ട്, അതായത് യഹോവ പറയും നമുക്കെന്നാണ് പറയുന്നത്. അപ്പോൾ ആരാണ് നമ്മൾ? ഒരാളല്ല. അപ്പോൾ നമുക്കറിയാം വചനമായ യേശു അനാദി മുതലേ അവൻ ഉള്ളവനാണ്. അപ്പം നമുക്കെന്ന് പറയുമ്പോഴത്തേക്കും യേശു ഉൾപ്പെടെ. അപ്പം യേശുവിനോട് യഹോവ ചോദിക്കുന്നു, പിതാവായ ദൈവം ചോദിക്കുന്നു മനുഷ്യനെ എങ്ങനെ സൃഷ്ടിക്കണം. അപ്പം ഏത് രൂപത്തിലാണ് യേശു ഭൂമിയിൽ അവതരിപ്പിക്കാൻ പോകുന്നത്, ആ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കാം എന്ന് പറഞ്ഞത് അതൊരു കഥയാണ്. പക്ഷേ അതിലല്ല. അപ്പം ദൈവം പറയുന്നു നമുക്ക് നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കാം. അപ്പോൾ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിസൈൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഡിസൈൻ നമ്മൾ ഓരോ കാര്യങ്ങളും അതിൻ്റെ പിന്നെ ഈ മോളിക്യൂൾസിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ സവിശേഷമായിട്ടാണ് മോളിക്യൂൾസ്, ഓരോരോ തന്മാത്രകളും മനുഷ്യൻ്റെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന തന്മാത്രകൾ എത്ര മനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഡിസൈനിലെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വമാണ്. ദൈവത്തിൻ്റെ മഹത്വം സൃഷ്ടികളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതാണ് രത്നച്ചുരുക്കം. അപ്പോൾ അതുതന്നെയാണ് ജോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നത്, നിങ്ങൾ ആകാശത്തിലെ പറവകളെ നോക്കുക, സമുദ്രത്തിലെ മത്സ്യങ്ങളെ നോക്കുക, ഭൂമിയോട് ചോദിക്കുക, ഇവയിൽ ആരാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാത്തത്? സർവശക്തനായ ദൈവമാണ്, അല്ലാതെ മറ്റാരുമല്ല ഇത് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇവയെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ കരങ്ങളാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞു വന്നതിൻ്റെ സാരാംശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കിയാൽ പ്രകൃതിയിൽ കാണുന്ന ഓരോ കാര്യങ്ങളും മനുഷ്യനുൾപ്പെടെയുള്ള ജീവജാലങ്ങൾ കാണുന്ന വളരെ സവിശേഷമായ പ്രത്യേകതകളെല്ലാം നമ്മൾ വിശ്വാസത്തിൻ്റെ കണ്ണോടെ നമ്മൾ നോക്കിക്കണ്ടാൽ നമുക്ക് ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരങ്ങൾ അവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങളെയും നമ്മളങ്ങനെ വിശ്വാസത്തിൻ്റെ കണ്ണോടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും. അത് നമ്മൾ യുവതലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുമെങ്കിൽ തീർച്ചയായിട്ടും യുവതലമുറയിലും അവരെല്ലാം കുറേ കൂടെ ശാസ്ത്രത്തെ ബേസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ശാസ്ത്രം പഠിക്കുന്നവരാണ്, ശാസ്ത്രം എന്ന് പറയുന്നത് നമുക്കറിയാം, ദൈവമെന്ന് പറയുന്നത് സത്യമാണ്. കർത്താവിനെ പറഞ്ഞിട്ടുണ്ട്, യേശു ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഐ ആം ദ ട്രൂത്ത്, ദ വേ ആൻഡ് ദ ലൈഫ്. ഞാൻ ജീവനും സത്യവും ആണ്. അപ്പോൾ ഈ സത്യമായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അപ്പോൾ സയൻസ് എന്ന് പറയുന്നത് സയൻസ് ഈസ് ട്രൂത്ത്. സയൻസ് എന്ന് പറയുന്നത് സത്യമാണ്. ജീവജാലങ്ങളിലുള്ള സവിശേഷമായ കാര്യങ്ങളെ അല്ലെങ്കിൽ സത്യത്തെ നമുക്ക് വെളിവാക്കി തരികയാണ്. അപ്പം ശാസ്ത്രവും റിലിജ്യൻ അല്ല മതവും തമ്മിൽ നമ്മൾ ഗുസ്തി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല, യുദ്ധം ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. മതം എന്താണ് ചെയ്യുന്നത്? ദൈവത്തെ വെളിവാക്കുക, സത്യമായ ദൈവത്തെ വെളിവാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാരാണ് വെളിവാക്കുന്നത്? ദൈവം തന്നെയാണ് വെളിപ്പെടുത്തരുന്നത്. സത്യമാകുന്ന ദൈവത്തെ ദൈവം തന്നെ വെളിപ്പെടുത്തരുകയാണ്. ശാസ്ത്രം ചെയ്യുന്നത് ജീവജാലങ്ങളിലും ഒക്കെ ഒളിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ ഒളിഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ആ സത്യത്തെ വെളിപ്പെടുത്തുകയാണ്. അപ്പം സയൻസ് ഈസ് ട്രൂത്ത്, റിലിജിയൻ ഈസ് ട്രൂത്ത്, ഗോഡ് ഈസ് ട്രൂത്ത്. ദൈവം സത്യമാകുന്നു. ഐ ആം ദ ട്രൂത്ത് ആൻഡ് ദ വേ ആൻഡ് ദ ലൈഫ്. ജീവനും സത്യവും വഴിയും ഞാനാകുന്നുവെന്ന് പറഞ്ഞ നമ്മുടെ കർത്താവിൻ്റെ കാര്യങ്ങൾ, കർത്താവിൻ്റെ വചനം നമ്മുടെ കാതുകളിൽ എപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കട്ടെ. നമുക്ക് കിട്ടിയിരിക്കുന്ന വലിയ ദാനം പൗലോസ്ലീഹ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ കൃപ ലഭിച്ചിരിക്കുന്ന മൺകുടങ്ങളിലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മനുഷ്യൻ അത്രയേ ഉള്ളൂ. മനുഷ്യന് കിട്ടിയിരിക്കുന്ന ശരീരം എന്ന് പറയുന്ന എല്ലാം നമ്മളുടെ ഈ ഭൂമിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന എലമെൻറ്റ്സ് കൊണ്ടാണ് നമ്മൾ ശരീരം.
പക്ഷേ വലിയൊരു ദാനം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. വലിയൊരു ദാനമാണ് ഞങ്ങൾക്ക് അളന്നു കിട്ടിയിരിക്കുന്നത്. പക്ഷേ അത് മൺകുടങ്ങളിലാണെന്നുള്ള ബോധ്യം എപ്പോഴും ഞങ്ങൾ കൊണ്ടുവന്ന് പൗലോസിലെ ഓർപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും മൺകുടങ്ങളാണെന്നുള്ള ബോധ്യത്തിൽ, പക്ഷേ അതേസമയം വളരെ വിലമതിക്കാനാവാത്ത ഒരു ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ള ആ ഒരു ബോധ്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെങ്കിൽ നമുക്ക് ഉത്തമ ക്രിസ്ത്യാനികളായിട്ട് ലോകത്തിൽ ജീവിക്കാനായിട്ട് സാധിക്കും. അപ്പം പുതിയ തലമുറയും യുവതലമുറയും ഇതൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പം അവർക്കും അത് മനസ്സിലാകും. നമ്മുടെ ജീവിതമാണ്, മഹാത്മജി പറഞ്ഞ പോലെ എൻ്റെ ജീവിതമാണ് സാക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതം സാക്ഷ്യമായി നൽകിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുമെങ്കിൽ യുവതലമുറയെ കുറേ കൂടെ വിശ്വാസത്തിലേക്കൊക്കെ അത് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് എഴുതുമ്പോൾ ദൈവസാന്നിധ്യം അനുഭവിക്കാനിടയായിട്ടുണ്ട്. കാരണം ദൈവമാണ് ഇതൊക്കെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, വളരെയേറെ പ്രിപ്പറേഷൻസ് ഈ പുസ്തകത്തിൻ്റെ പിന്നിലുണ്ടായിട്ടുണ്ട്. കാരണം അത് അത്രമാത്രം അതിൻ്റെ മോളിക്കുലാർ ലെവലിലേക്ക് പോലും ഞാൻ ഇറങ്ങിച്ചെന്നിട്ടുണ്ട്, പഠിക്കാനിടയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചു, എൻ്റെ കഴിവ് കൊണ്ടല്ല അത് എഴുതിയിരിക്കുന്നത്, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്, ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ടാണ് അത് എഴുതാൻ സാധിച്ചത്. അപ്പോൾ ദൈവിക അനുഭവം, ദൈവം നമ്മളെ പ്രചോദിപ്പിക്കുന്നതുകൊണ്ടാണ് നമ്മൾ എഴുതാൻ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ എഴുതുന്ന ഓരോ സെൻറ്റൻസും ഓരോ കാര്യങ്ങളും ദൈവത്തിൻ്റെ ഒരു പ്രചോദനം നമുക്ക് ലഭിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഒരു വലിയ അനുഭവം, ദൈവ സാന്നിധ്യം അല്ല ദൈവ പ്രചോദനം ആ എഴുത്തിൽ ഉടനീളം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതിന് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് ആ കൃതി ഉതകുമെങ്കിൽ അത് ഒരു നല്ല കാര്യമായിട്ട് ഞാൻ കരുതി. എൻ്റെ വിശ്വാസ ജീവിതത്തെ ശരിക്കും ബലപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, പുസ്തകത്തിൻ്റെ ടൈറ്റിൽ തന്നെ ഗോഡ്സ് സിഗ്നേച്ചർ ടാമ്പേർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ കയ്യൊപ്പ്, നമുക്ക് എല്ലാ ജീവജാലങ്ങളിലും ദൈവത്തിൻ്റെ പ്രത്യേകമായ കയ്യൊപ്പ് കാണാം. അപ്പോൾ എന്താണ് ദൈവത്തിൻ്റെ കയ്യൊപ്പ് എന്ന് നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴെല്ലാം ദൈവത്തിൻ്റെ വലിയ ഒരു ഇടപെടൽ അതിനകത്ത് കാണാം. അതുപോലെ തന്നെ നമ്മളത് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുമ്പോൾ നമ്മൾ കൂടുതൽ വിശ്വാസത്തിലേക്ക് വരിക. ഇതെല്ലാം ദൈവത്തിൻ്റെ കാര്യങ്ങളാണല്ലോ ചെയ്തത് എന്നുള്ള ആ ഒരു വിശ്വാസത്തിലേക്കാണ് നാം കടന്നു വരുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മളെ എത്രമാത്രം അത്ഭുതകരമായിട്ട് ദൈവം എത്രയെത്ര രോഗങ്ങളിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ അനർത്ഥങ്ങളിലൊക്കെ ദൈവം നമ്മളെ രക്ഷിച്ചിട്ടുണ്ട്. ഒരു പുസ്തകം എഴുതണമെന്നുള്ള ഒരു പക്ഷേ ദൈവം തോന്നിച്ചായിരിക്കണം, പരിശുദ്ധ ദൈവമാതാവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം എഴുതണമെന്ന് എനിക്കൊരു തോന്നലുണ്ടായി. അത് ഒരു നോവൽ രൂപേണ എഴുതണമെന്ന് തോന്നുകയും ഏതാനും പേജുകളൊക്കെ എഴുതി വെക്കുകയും ചെയ്തു എന്നുള്ള സത്യമാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് അതുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചില്ല. ഒരു പക്ഷെങ്കിൽ ഈ പറഞ്ഞതുപോലെ ദൈവത്തിനൊരു എല്ലാത്തിനും ഒരു പ്ലാനുണ്ട്. അപ്പം അത് എഴുതണമെന്ന് തന്നെയാണ് ഇപ്പോഴും എൻ്റെ മനസ്സ് പറയുന്നത്. അപ്പം വെറുതെ ഒരു എഴുതുകയല്ല, അതൊരു പ്രത്യേക രീതിയിൽ നമുക്ക് ഇതെല്ലാം ദൈവം തോന്നിക്കുന്നത്. ഇപ്പം ഞാൻ തന്നെ പറഞ്ഞല്ലോ, ഈ പുസ്തകം തന്നെ എഴുതിക്കുന്ന ആനിമൽസ് വന്ന് സംസാരിക്കുന്നതായിട്ടാണ്. അപ്പോൾ ദൈവം തോന്നിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ആ ഒരു രീതി അത് തിരഞ്ഞെടുത്തത്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ അത് ആ പുസ്തകത്തിൻ്റെ ഏതാനും പേജുകൾ ഞാൻ എഴുതി വെച്ചു. അതിനുശേഷം ഒന്നും നടന്നില്ല, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ എങ്കിലും സമീപഭാവിയിൽ ഒന്ന് സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഇരുന്ന് അത് എഴുതണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കൃപകൾ, അല്ലെ പരിശുദ്ധ ദൈവമാതാവ് ആളുകളെ എങ്ങനെ കൂടുതൽ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ചിന്ത നൽകുന്ന ഒരു പുസ്തകമാണ് എൻ്റെ മനസ്സിൽ ഇരിക്കുന്നത്. അപ്പോൾ അത് ദൈവം തോന്നിക്കുന്ന കാര്യമാണ്. അല്ല എങ്ങനെ വരുന്നത് പുസ്തകത്തിൻ്റെ കാര്യം, വേറെ എന്തെല്ലാം വിഷയങ്ങളുണ്ട്. അപ്പോൾ ആ രീതിയിലാണ്. വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള എഴുത്തായിരിക്കണം നമ്മുടേത്. അത് പ്രത്യേകിച്ചും ബൈബിളുമായിട്ട് ഒക്കെ ബന്ധപ്പെടുത്തി, അല്ലെങ്കിൽ വിശുദ്ധന്മാരുടെ ജീവിതമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി നമ്മൾ രചിക്കാൻ സാധിക്കുമെങ്കിൽ, ഇപ്പോൾ ഈ പുസ്തകത്തിൽ തന്നെ ഈ മൃഗങ്ങളൊക്കെ സംസാരിച്ച് പോകുമ്പോൾ ചില ബൈബിൾ വാക്യങ്ങളൊക്കെ കോട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നുണ്ട് മൃഗങ്ങൾ. അതേപോലെ തന്നെ ചില വിശുദ്ധന്മാരുടെ ജീവിതത്തെ പരാമർശിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു കോൺവെർസേഷൻ രീതിയിൽ അങ്ങനെ പോവുകയാണ്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള രചനകളായിരിക്കണം നമ്മളുടെ രചനകൾ, ക്രിസ്തീയ വിശ്വാസത്തെ. അപ്പോൾ അതിനെ ശക്തിപ്പെടുത്തുന്ന, ബലപ്പെടുത്തുന്ന രീതിയിൽ ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട് ബൈബിളിൽ കൊടുത്തിരിക്കുന്ന വചനങ്ങൾ ഒക്കെ ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് നമ്മളുടെ എഴുത്ത്, നമുക്ക് നമ്മുടെ രചന നിർവഹിക്കാമെങ്കിൽ തീർച്ചയായിട്ടും
നമ്മളുടെ വിശ്വാസ ജീവിതവും കുറേ കൂടെ ആഴപ്പെടും, ബലപ്പെടും. അത് വായിക്കുന്ന ആളുകളുടെയും വിശ്വാസ ജീവിതം കുറേ കൂടെ ബലപ്പെടാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ, ചില നിരീശ്വര രചയിതാക്കൾ എഴുതുന്ന പുസ്തകങ്ങൾ ഒരുപക്ഷേ ആ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ എനിക്ക് തന്നെ ചിലപ്പോൾ ചില ചാഞ്ചല്യമൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ള സത്യമാണ്. അപ്പോൾ ആ ചാഞ്ചല്യമൊക്കെ മാറണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ കൂടുതൽ നമ്മളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്ന രചനകൾ നമ്മൾ വായിക്കാൻ ഇടയായാൽ നമുക്ക് അങ്ങനെയുള്ള ചാഞ്ചല്യം ഉണ്ടാകാതിരിക്കും. നമ്മൾ കുറേ കൂടെ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരും. അപ്പോൾ ഒരു ക്രൈസ്തവ രചയിതാവ് തീർച്ചയായിട്ടും വിശ്വാസത്തെ ഉറപ്പിക്കുന്ന, കാരണം ഇന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ് ലോകമെമ്പാടും. അത് നമ്മുടെ നാട്ടിലേക്കും കടന്നു വരികയാണ്. വിശ്വാസരാഹിത്യത്തിലേക്ക് ഒരു പക്ഷെങ്കിൽ യുവതലമുറ ക്രമേണയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു സത്യമാണ്. ആ സത്യത്തെ നമ്മൾ വിസ്മരിച്ചിട്ട് കാര്യമല്ല. അപ്പോൾ അങ്ങനെ ആ വിശ്വാസ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്ന, ബലപ്പെടുത്തുന്ന, ആഴത്തിൽ നമ്മളെ ഉറപ്പിക്കുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഉള്ള ഒരു എഴുത്തായിരിക്കണം ഒരു ക്രൈസ്തവ രചയിതാവ് നടത്തേണ്ടത് എന്നുള്ള അഭിപ്രായമാണ്. ഞാൻ പറഞ്ഞല്ലോ, സയൻസുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരു ബേസിക് സയൻസും കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളുകൾക്കാണ് കുറേ കൂടെ അത് അനുഭവവേദ്യമാകുന്നത്. ഞാൻ തന്നെ പല സ്ഥലങ്ങളിലും ഇതിനെപ്പറ്റി ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയും ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയെല്ലാം ചിലർക്കത് ഒരു അല്പം ടെക്നോളജിക്കൽ സംഗതികൾ കൂടിപ്പോയി എന്നുള്ള അഭിപ്രായമുള്ള ആളുകളുണ്ട്. പക്ഷേ അതിനെ ശരിക്കും അത് മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് പിന്നെ ഒരു ആസ്വാദ്യകരം ആണ് താനും. അപ്പോൾ ആ രീതിയിലാണ്. അപ്പോൾ കുറേ കൂടെ സിംപ്ലിഫൈ ചെയ്ത് അത് പോവുകയാണെന്നുണ്ടെങ്കിൽ കുറേ കൂടെ, അപ്പോൾ ഞാൻ പ്രസൻറ്റേഷൻ നടത്തുമ്പോഴത്തേക്ക് അത് കുറേ കൂടെ സിംപ്ലിഫൈ ചെയ്ത് അതിൻ്റെ ടെക്നിക്കൽ സംഗതികളൊക്കെ മാറ്റി വെച്ചിട്ട് സംസാരിക്കാനായിട്ട് പലപ്പോഴും ശ്രമിക്കാറുണ്ട്. യൂറോപ്പിലും മറ്റുമൊക്കെ ഇപ്പോൾ പ്രസ്സൊന്നുമില്ല, പ്രിൻറ്റിങ് കിയോസ്കുകളാണ്. അപ്പോൾ പുസ്തകങ്ങൾക്ക് വലിയ ചിലവില്ല. അപ്പോൾ ഒരു 15 പുസ്തകം വേണമെങ്കിൽ അത്രയും അടിക്കും, അല്ലെങ്കിൽ 20 പുസ്തകങ്ങൾ വേണമെങ്കിൽ മാത്രമേ അടിക്കും കിയോസ്കുകളിൽ. ഇവിടെയും ആ സംവിധാനം താമസിയാതെ കടന്നു വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പുസ്തകങ്ങൾ വായനക്കാരില്ല. അപ്പോൾ അതിന് കാരണം ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണങ്ങളിലേക്കൊന്നും പോകാൻ ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പോകുന്നില്ല. നമ്മുടെ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരവും മറ്റ് കാര്യങ്ങളൊക്കെയാണ് അത് വായനാശീലം കുറയുന്നത്. അപ്പം നമ്മൾ പുസ്തകങ്ങൾ കൂടുതൽ വായിക്കും. പ്രത്യേകിച്ചും വിശ്വാസത്തിൽ നമ്മളെ ഉറപ്പിക്കുന്ന പുസ്തകങ്ങളാണ് നമ്മൾ വായിക്കുന്നതെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതം ശക്തിപ്പെടും. അതുപോലെ നമുക്കൊത്തിരി നോളജ്, നമുക്ക് ഒരുപാട് വിജ്ഞാനം ലഭിക്കും. അപ്പോൾ ഇതെല്ലാം വായനകളിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പം വിജ്ഞാനം ലഭിക്കുന്നതിനുള്ള പ്രയോജനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ആർജിക്കുന്ന വിജ്ഞാനം അത് നമ്മൾ കണ്ണടയ്ക്കുന്നവരെയും അതിന് പ്രയോജനമുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഞാനൊരു അധ്യാപകനായിരുന്നു. അധ്യാപക വൃത്തി കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ പോലും എൻ്റെ വീട്ടിൽ എൻ്റെ മക്കളോടോ കൊച്ചുമക്കളോടോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ, അല്ല നമ്മളൊരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ വചനം സംസാരിക്കാൻ പോകുന്നു, അപ്പോൾ അവിടെയെല്ലാം നമ്മളുടെ വിശ്വാസ ജീവിതം നമ്മൾ ശക്തിപ്പെട്ടും ബലപ്പെട്ടും ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള വാക്കുകളും ആ രീതിയിലുള്ള ആശയങ്ങളുമായിരിക്കും നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നത്, ഉള്ളിൽ നിന്നും പുറത്തേക്ക് ബഹിർഗമിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് വായന തീർച്ചയായിട്ടും നമ്മൾ ശക്തിപ്പെടുത്തുമെങ്കിൽ, പ്രത്യേകിച്ചും വിശ്വാസ ജീവിതത്തിൽ നമ്മളെ ഉറപ്പിക്കുന്ന തരത്തിലുള്ള വായന നമ്മൾ ശക്തിപ്പെടുത്തുമെങ്കിൽ, നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ സംസാരം ആ രീതിയിലുള്ളതായിരിക്കും. അപ്പോൾ ആ രീതിയിൽ വിശ്വാസ ജീവിതത്തെ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള വായനകളിൽ നമ്മുടെ യുവതലമുറയും അവർ കുറേ കൂടെ സമയം കണ്ടെത്തുമെങ്കിൽ അത് അവരുടെ വിശ്വാസ ജീവിതത്തെയും ശക്തിപ്പെടുത്താനായിട്ട് സഹായിക്കും എന്നുള്ളതിനെ ആവശ്യമാണ്. കോടിക്കണക്കിന് ആളുകളെ സ്വാധീനിച്ചിട്ടുള്ള പുസ്തകങ്ങളുണ്ടെന്നറിയോ? വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പറയുന്നു. ഇപ്പോൾ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൽ മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരുടെ ഉപമ പറയുന്നുണ്ട്. ആ ഉപമയെപ്പറ്റി ജോൺ റസ്കിൻ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. വളരെ ചെറിയൊരു പുസ്തകമാണ്. ആ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. ആ പുസ്തകം തിരക്കി ഞാൻ പല സ്ഥലങ്ങളിലും നടന്ന്, കുട്ടികളുടെ ലൈബ്രറികളിലൊക്കെ നടന്നിട്ട് ആ പുസ്തകം കിട്ടിയില്ല. 18-ാം നൂറ്റാണ്ടിൽ അങ്ങോട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്ന പുസ്തകമാണ്, 18-19-ാം നൂറ്റാണ്ടിൽ. അപ്പോൾ ആ പുസ്തകം ഈ ഉപമയെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ആ പുസ്തകത്തിൻ്റെ പേര് അൺടു ദിസ് ലാസ്റ്റ് എന്നാണ്, ജോൺ റസ്കിൻ്റെ. വളരെ പ്രസിദ്ധമായ വളരെ ചെറിയൊരു പുസ്തകമാണ്. 3 എസ്സേയ്സാണ് അതിലുള്ളത്. അപ്പോൾ ഇത് ജോൺ റസ്കിൻ്റെ തൂലികയിൽ നിന്ന് ഈ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരുടെ ഉപമ, വളരെ കുറച്ച് ആളുകൾ അത് വായിച്ചു. അതിൻ്റെ അന്തരാർത്ഥം എന്താണെന്ന്, കർത്താവിൻ്റെ ഉപമകളൊക്കെ വലിയ വലിയ അർത്ഥം വ്യാപ്തിയുള്ള ഉപമകളാണ്.
അപ്പോൾ ഈ ജോൺ റസ്കിൻ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ അത് ആ അന്തരാർത്ഥം അദ്ദേഹം അത് നിർവചിച്ച് അന്തരാർത്ഥം അത് വെളിവാക്കിക്കൊണ്ട് ആ പുസ്തകം എഴുതിയപ്പോൾ സത്യത്തിൽ മഹാത്മജിയെ സ്പർശിച്ച പുസ്തകമാണത്. മഹാത്മജി ഒരു യാത്രയ്ക്ക് പോകുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ഈ പുസ്തകം കൊടുത്തിട്ട് പറഞ്ഞു, ഈ ട്രെയിൻ യാത്രയിലെ വിരസത ഒഴിവാക്കാനായിട്ട് നിങ്ങൾക്കിത് സഹായിക്കുമെന്ന് പറഞ്ഞ് പുസ്തകം കൊടുക്കുകയാണ്. മഹാത്മജി തന്നെ പറഞ്ഞിട്ടുണ്ട്, ആ പുസ്തകം വായിച്ചു തുടങ്ങിയിട്ട് അത് നിർത്തുന്നവരെ എനിക്ക് ആ പുസ്തകത്തിൽ നിന്നും കണ്ണെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മഹാത്മജി പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് മഹാത്മജി ജീവിതത്തിൽ അത് മുഴുവൻ പ്രാവർത്തികമാണ്. മഹാത്മജി ആദ്യകാലത്ത് ഇംഗ്ലീഷ് ഡാൻസും അതേപോലെ മ്യൂസിക്കും ഒക്കെ പഠിക്കാൻ പോയ ആളാണ്. അദ്ദേഹം തിരിച്ചു വന്ന ഉടനെ തന്നെ ഇംഗ്ലീഷ് ഡാൻസ് മ്യൂസിക് ക്ലാസ്സുകളൊക്കെ റദ്ദ് ചെയ്തു എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്ക്. അപ്പോൾ അദ്ദേഹം ഒരു പുതിയ മനുഷ്യനായിട്ട് ജനിക്കുകയാണ്, ഒരു ട്രാൻസ്ഫോർമേഷൻ വരികയാണ് ജീവിതത്തിൽ. അപ്പോൾ എന്തുകൊണ്ടാണ് റസ്കിൻ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ്റെ തൂലിക അത് ചലിച്ച് ആ റസ്കിൻ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ്റെ ആശയങ്ങൾ അദ്ദേഹത്തെ സ്പർശിച്ചതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞില്ല, മത്തായിയുടെ സുവിശേഷത്തിൽ 20-ാം അധ്യായത്തിലെ ആ ഉപമയെ ആസ്പദമാക്കിയിട്ടാണ് പുസ്തകം എഴുതിയിരിക്കുന്നത്. ആ പുസ്തകത്തിൽ ഇംഗ്ലീഷ് ബൈബിളിൽ നാം വായിക്കുന്ന പ്രകാരമാണ്, ഇറ്റ് ഈസ് മൈ വിൽ ടു ഗീവ് അൺ ടു ദിസ് ലാസ്റ്റ് മാൻ ആസ് ഐ ഹാവ് ഗിവൺ ടു ഈച്ച് വൺ ഓഫ് യു. അവസാനം വന്നവനും ഒരു ദെനാറ കൊടുക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ ഒരു കാര്യമാണ് അവിടെ വിവരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ ആസ്പദമാക്കിയിട്ടാണ് മഹാത്മജി സർവോദയ പ്രസ്ഥാനത്തിന് രൂപം നൽകുന്നത്. സർവ്വരും ഉദയം ചെയ്യണം. സർവോദയം എന്ന് പറഞ്ഞ വാക്കിൻ്റെ ബംഗാളി വാക്കാണ്. അതിന് മഹാത്മജി തന്നെ ഒരു ട്രാൻസ്ലേഷൻ കൊടുത്തിട്ടുണ്ട്, വെൽഫെയർ ഓഫ് ഓൾ, എന്നുവെച്ചാൽ ഈ അവസാനത്തവനും ഉദയം ചെയ്യണം. അപ്പോൾ ഈ പുസ്തകത്തിൽ നിന്നാണ് ആശയം, അൺ ടു ദിസ് ലാസ്റ്റ്, അതാണ് സർവോദയം. മഹാത്മജി 2 വാക്കുകൾ എപ്പോഴും മാറി മാറി ഉപയോഗിച്ചിരുന്നു, സർവോദയം, അന്ത്യോദയം. അന്ത്യത്തവനും ഉദയം ചെയ്യണം, അല്ലെങ്കിൽ സർവ്വരും ഉദയം ചെയ്യണം. ആശയം ഒന്ന് തന്നെ. ഈ ആശയം എവിടെ നിന്നാണ്? ഈ ഉപമയിൽ നിന്നാണ്. റസ്കിൻ്റെ ഈ പുസ്തകത്തിൽ പറഞ്ഞത്, ഇറ്റ് ഈസ് മൈ വിൽ ആൻഡ് പ്ലഷർ ടു ഗിവ് അൺ ടു ദിസ് ലാസ്റ്റ് മാൻ ആസ് ഐ ഹാവ് ഗിവൺ ടു ഈച്ച് വൺ ഓഫ് യു. മലയാള ബൈബിളിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയതുപോലെ ഈ അവസാനത്തവന് നൽകുവാനാണ് എൻ്റെ ഇഷ്ടം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ ആ തൂലികയിൽ നിന്ന് അത് വന്നപ്പോഴത്തേക്ക് എത്ര മില്യൺസ് ഓഫ് ആൾക്കാരെയാണ്, മഹാത്മജിയെ തൊട്ടപ്പോഴത്തേക്ക് എത്ര ലക്ഷം ആൾക്കാരല്ല, എത്ര മില്യൺ ആൾക്കാരാണ് മഹാത്മജിയിൽ കൂടെ ആ പുതിയൊരു, അവരെല്ലാം ക്രിസ്ത്യാനിയായെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, പക്ഷേ ആ ഒരു ദൈവികോന്മതയിലേക്ക് കടന്നു വരുവാനായിട്ട് എത്ര ആളുകൾ. വിനോബാജി ഈ സർവോദയ ഭൂമിദാൻ പ്രസ്ഥാനം, അതെല്ലാം സർവോദയത്തിൻ്റെ ബാക്കിയായിട്ടുള്ളതാണ്. ഭൂമിദാൻ എത്ര ആളുകളാണ്, വലിയ മില്യനേഴ്സ്, ഹൈദരാബാദിലെ പിന്നെ വലിയ ഒരുപാട് സ്ഥലങ്ങളിൽ വലിയ മില്യനേഴ്സൊക്കെ ഭൂമി ദാനം ചെയ്തു. അതെല്ലാം ഇതിൻ്റെ ആസ്പദമാക്കിയിട്ടാണ്. സർവ്വരും ഉദയം ചെയ്യണം, എല്ലാവർക്കും ഭൂമി ഉണ്ടാകണം. അപ്പോൾ ഇങ്ങനെ എത്രമാത്രം ആളുകളെയാണ് ഒരൊറ്റ വാക്കെന്താണ്? അൺ ടു ദിസ് ലാസ്റ്റ്, ഈ അവസാനത്തവനും. അപ്പോൾ ദൈവത്തിൻ്റെ കണ്ണ് എപ്പോഴും ഈ അവസാനത്തവനിലാണ് എന്നുള്ളതാണ് ആ പുസ്തകം പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഞാൻ അതാ പറഞ്ഞ തൂലിക ചലിക്കുമെങ്കിൽ, ശക്തമായ തൂലിക. ഇപ്പം നമ്മുടെയൊക്കെ തൂലിക എന്ന് പറഞ്ഞാൽ വളരെ അശക്തമായ തൂലികയാണ്, ശക്തിയേ ഇല്ല. പക്ഷേ ശക്തമായ തൂലിക ചലിക്കുമെങ്കിൽ അത് ലോകത്തിൽ വലിയ വിപ്ലവം നടത്താനായിട്ട് സാധിക്കും. ആത്മീയമായ വിപ്ലവത്തെപ്പറ്റി ഞാൻ സംസാരിക്കുന്നത്. റസ്കിനെ പോലെ ഒരൊറ്റ വചനം എന്തുമാത്രം ആളുകളെയാണ് സ്പർശിച്ചത്. ഇന്നും അത് മാറ്റൊള്ളിക്കൊള്ളുകയാണ് ആ വചനത്തിൻ്റെ ശക്തി. ആ ചെറിയൊരു പുസ്തകം, വളരെ ചെറിയൊരു പുസ്തകം. മാർവിയൻസ് കോളേജിലെ ഇംഗ്ലീഷ് ലൈബ്രറിയിലെ പുസ്തകം ഉണ്ടായിരുന്നു. ഞാൻ പല സ്ഥലങ്ങളിലും തപ്പി നടന്നിട്ട് കണ്ടില്ല. പുസ്തകത്തിൻ്റെ പേപ്പറൊക്കെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒടിയുന്ന രീതിയിൽ ബ്രിട്ടിലാണ്, അത്രമാത്രം പഴയ പുസ്തകം. ഇപ്പോൾ അതിൻ്റെ പ്രിൻസൊന്നുമില്ല, അവൈലബിൾ അല്ല. അപ്പം ഞാൻ പറഞ്ഞത് ഇത്തരത്തിൽ തൂലിക, ശക്തമായ തൂലിക ഉപയോഗിക്കുന്ന ആളുകൾ, അപ്പോൾ അവർ വലിയ വിശ്വാസികളാണെന്ന് ഞാൻ പറയുന്നത്. റസ്കിനൊരു വലിയ വിശ്വാസിയാണ്. ഇത്രയധികം ആളുകളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള വേറെ ആൾ കാണത്തില്ല, പോകുന്നില്ല. അപ്പോൾ തൂലിക നല്ല ശക്തിയുള്ള ഒരു ആയുധമാണ്. പ്രത്യേകിച്ചും വിശ്വാസം വളർത്താനായിട്ട് നമുക്ക് ശക്തിയായിട്ട് ഇത് ഉപയോഗിക്കാനായിട്ട്. ഇപ്പം നമ്മുടെ ഭാവി എന്താണെന്നുള്ള ദൈവമാണ് തീരുമാനിക്കുന്നത്. പക്ഷേ നമുക്ക് പ്രായമായി കഴിയുമ്പോൾ, എനിക്ക് 72 വയസ്സായി, 72. അപ്പോൾ നമ്മൾ പ്രായമായി കഴിയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, കുറേ കൂടെ നമ്മൾ ദൈവികോന്മുഖതയിലേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ മസിൽസൊക്കെ വീക്കാകുന്നു, നമ്മുടെ ശരീരം ക്ഷയിക്കുന്നു. പക്ഷേ നമ്മുടെ ഊർജ്ജവും നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആത്മാവും ആത്മശക്തിയും ക്ഷയിക്കുന്നില്ല. അപ്പോൾ ആത്മശക്തിയോടെ മുന്നോട്ട് പോകുവാൻ, വചനത്തിൽ എന്താണ് നമ്മളോട് ദൈവം സംസാരിച്ചിരിക്കുന്നത് അതിൻ്റെ അന്തരാർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഈ ലോകത്ത് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ, ഇപ്പം വലിയ ഭക്തിമാർഗ്ഗങ്ങൾ മാത്രം കാണിക്കുന്നതുകൊണ്ട് നമുക്ക് കാര്യമില്ല. ഭക്തിമാർഗ്ഗത്തോടൊപ്പം തന്നെ നമുക്ക്
ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കിട്ടുന്ന വലിയ അന്തരാർത്ഥങ്ങളുണ്ട്. ഇപ്പോൾ ഈ ഉപമയിലെ കാര്യം പറഞ്ഞ പോലെ ആ അന്തരാർത്ഥത്തിൽ നമ്മൾ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പ്രായമായിക്കൊണ്ടിരിക്കുന്ന ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഒരു കാര്യം അതാണ്. കുറേ കൂടെ ദൈവോന്മുഖതയിലേക്ക് കടന്നു വരുവാൻ, ദൈവത്തെ അറിയുവാൻ, ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ നന്മ പ്രവർത്തികൾ നമുക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവം അനുഗ്രഹിക്കുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ ദൈവിക ദാനം ഈ സമയത്ത് അല്ലെങ്കിൽ മുന്നോട്ടുള്ള പ്രയാണത്തിൽ എന്നെ അത് ശക്തിപ്പെടുത്തട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന.